എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടായിരുന്നോ? ഞാൻ എന്തായാലും കണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇന്നലത്തെ എപ്പിസോഡായിട്ട് എന്താണ് തോന്നിയത്? എനിക്ക് എന്തൊക്കെയാണ് തോന്നിയെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്നലത്തെ മെയിൻ അടി ടോപ്പിക്കായിരുന്നു ഗോപികയും ശോഭയും തമ്മിലുള്ള ഫൈറ്റ്. എന്തായിരുന്നു ഫൈറ്റിൻ്റെ റീസൺ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഗോപിക കിച്ചൺ ഡ്യൂട്ടിയുടെ ലീഡറാണ്, ക്യാപ്റ്റനാണ്. അതുപോലെ ശോഭ എന്ന് പറയുന്നത് ഹൗസ് ക്യാപ്റ്റനാണ്. അപ്പോൾ ഇവർ തമ്മിലൊരു ക്ലാഷാണ് ഇന്നലെ സംഭവിച്ചത്. ക്ലാഷിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോപിക കിച്ചണിലായിരുന്ന സമയത്ത് സാഗറിനോട് പറഞ്ഞു, ഇന്ന ഒരു പണി അലോട്ട് ചെയ്തു സാഗറിന്. ഒരു കാര്യം ചെയ്യണം, ഗോതമ്പ് എടുത്തിട്ട് മുറിച്ചിട്ട് പെട്ടിയിലാക്കിയിടണം എന്നുള്ളൊരു ഡ്യൂട്ടി ആരോടാണ് പറഞ്ഞത്? സാഗറിനോടാണ് പറഞ്ഞത്. അപ്പോൾ സാഗർ ആ സമയത്ത് സാഗർ ജുനേസും അപ്പുറത്ത് ഒണിയൻ അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ശോഭ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് സാഗർ പറഞ്ഞു, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ ഗോപിക്ക് ദേഷ്യം വന്നിട്ട് ഗോപിക പറഞ്ഞു, അല്ല നിന്നോട് ചെയ്യാൻ പറഞ്ഞല്ലേ, നീ ചെയ്യണം എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ടു. അപ്പോൾ ശോഭ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശോഭ അവിടെ നിന്ന് നടന്നു വന്ന് കിച്ചണിൻ്റെ ഉള്ളിലേക്ക് കയറി ആ ഗോതമ്പ് എടുത്തിട്ട് ശോഭയാണ് ആ പണി ചെയ്തത്. അപ്പോഴത്തേക്കും ഗോപികയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ശോഭ എന്തിനാണ് ഈ പണി ചെയ്യേണ്ട ആവശ്യം? കാരണം ഞാൻ ഈ പണി ചെയ്യാൻ അലോട്ട് ചെയ്തേക്കുന്നത് സാഗറിനോടാണ്. പിന്നെ എന്തിനാണ് ശോഭ അവിടെ വന്ന് കാര്യം ചെയ്യുന്നത്? അതൊരു കറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയല്ലേ? കാരണം ഇവിടെ കിച്ചൺ ഡ്യൂട്ടിയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഗോപികയാണ്. ഗോപികയ്ക്കാണ് ആ റൈറ്റ് ഉള്ളത്, ഗോപികയുടെ ടീംമേറ്റ്സിന് ആർക്കൊക്കെ എന്തൊക്കെ ജോലി അലോട്ട് ചെയ്യാം എന്നുള്ളത്. ശോഭ ഹൗസ് ക്യാപ്റ്റനാണ്. ശോഭയുടെ ഡ്യൂട്ടി ഇസ് ടു എല്ലാ ക്യാപ്റ്റന്മാരും പണികൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ശോഭയുടെ ഡ്യൂട്ടി. ശോഭ പറയുന്നതും കറക്റ്റായിട്ടുള്ള കാര്യം തന്നെ. കാരണം ശോഭ അവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹൗസ് ക്യാപ്റ്റനാണ്, എനിക്കിവിടെ എന്തെങ്കിലും പണി നടക്കുന്നുണ്ടോ നടക്കുന്നില്ലേ എന്നൊക്കെ ഉള്ളത് നോക്കാനുള്ള എല്ലാ റൈറ്റും പുള്ളിക്കാരിക്കുണ്ട്. അതും ശരിയാണ്. പക്ഷേ ഇവിടെ ശോഭ പോയിട്ട് സാഗറിനോട് ഗോപിക പറഞ്ഞ ജോലി ശോഭ പോയി ചെയ്തപ്പം എനിക്ക് തോന്നി പേഴ്സണലി ശോഭ ഗോപികനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ. ഇതിൻ്റെ ഏറ്റവും ഫണ്ണിയസ്റ്റ് പാർട്ട് ഇസ് ഗോപിക ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കിച്ചണിൽ വൻ അലമ്പായി അടിയായി കഴിഞ്ഞിട്ട് ഗോപിക വന്ന് മനീഷ ചേച്ചിയോട് ചോദിക്കും, മനീഷ ചേച്ചി പറ, എന്താണ് ഇവിടെ സത്യാവസ്ഥ, എന്താണ് ഇവിടെ ആരുടെ ഭാഗത്താണ് ശരി എന്ന് പറയുമ്പോൾ മനീഷ പറഞ്ഞു, ക്യാപ്റ്റന് അതായത് ശോഭയ്ക്ക് എല്ലാ റൈറ്റും ഉണ്ട് ടീംമേറ്റ്സിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനും. ഒരു ജോലി ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ജോലി പോയി ചെയ്യാനുള്ള റൈറ്റ് ശോഭയ്ക്കുണ്ട് എന്ന് മനീഷ പറഞ്ഞു. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ സിറ്റുവേഷൻ ഫുൾ കണ്ട സമയത്ത് എനിക്ക് തോന്നി ഗോപികനെ ചെറുതായിട്ട് ആൾക്കാരെല്ലാം കൂടെ സൈഡ് ലൈൻ ചെയ്ത് വെക്കുന്നുണ്ടോ, ലൈക്ക് ചെറുതായിട്ട് ഒറ്റപ്പെടുത്തുന്നുണ്ടോ എന്ന് പോലെ തോന്നി. കാരണം നമുക്കറിയാം ഫ്യൂച്ചറിൽ നമുക്ക് നോക്കാം, മനീഷ എങ്ങാനും ക്യാപ്റ്റനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ, ആൻഡ് മനീഷ ഒരു ടീംമേറ്റിനോടൊരു ഒരു കാര്യം അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ ചെയ്തില്ലെങ്കിൽ മനീഷ പോയി ചെയ്യുമോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാനുള്ളതുകൊണ്ട്. ഇവിടെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാവരും ഗോപികനെ സൈഡ് ലൈൻ ചെയ്യുകയാണ്. നമുക്കറിയാം ഷിജു ആണെങ്കിൽ നമ്മൾ ഒത്തിരി ഇൻസ്റ്റൻസസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഷിജു ഗോപികയ്ക്ക് അഗെയിൻസ്റ്റ് ഒത്തിരി സംസാരിക്കുന്നത്. എല്ലാവരും ഇപ്പം അന്ന് മറ്റേ നമ്മുടെ വ്യാപാരി ടാസ്കിൻ്റെ സമയത്ത് ഗോപിക തലയിറങ്ങി വീണ സമയത്ത് എല്ലാവരും പറഞ്ഞു ഗോപിക ഫേക്ക് ചെയ്യുന്നതാണ്, ഗോപിക ശരിക്കും തലയിറങ്ങി വീണിട്ടില്ല, ഗോപിക ഫേക്ക് ചെയ്യുന്നതാണെന്ന്. ഇതൊക്കെ കാണുമ്പം ഗോപിക ഇമോഷൻസ് ഉള്ള ഒരാളാണ്. ഗോപികയ്ക്ക് ഇമോഷൻസ് ഉണ്ട്. ഗോപികയ്ക്ക് അത് ത്രൂ ഔട്ട് ആ ഹൗസിൽ ബാക്കിയുള്ളവരെ പോലെ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നി എല്ലാവരും ഗോപികനെ സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുള്ളത്. രണ്ടാമത്തെ മെയിനായിട്ടുള്ള ഇവൻ്റ് അവിടെ നടന്നിരുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോമിനേഷൻ ഫ്രീ ടിക്കറ്റ് കിട്ടാനുള്ള ടാസ്ക്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും ഒരു സമാധാനം വരുന്ന ഒരു സംഭവമാണ് നോമിനേഷൻ ഫ്രീ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം അത്രയും ടെൻഷനില്ല. പിന്നെ ഇന്നലത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ടാസ്ക് ആയിരുന്നു. ആ ടാസ്കിൻ്റെ അകത്ത് എല്ലാവരും ഒരു റൂമിൽ കയറി എല്ലാവരും നിരന്ന് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക എഗെയിൻസ്റ്റ് പറഞ്ഞ് ഓരോരോ ആൾക്കാരെ ഔട്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഔട്ടായി ഏറ്റവും അവസാനം വരുന്ന ഒരൊറ്റ ആളാണ് നോമിനേഷൻ ഫ്രീ ടിക്കറ്റ് കിട്ടുന്നത്. അയാൾക്ക് 10 ആഴ്ചയ്ക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ആ നോമിനേഷൻ ഫ്രീ ടിക്കറ്റ് എടുക്കാം എന്നുള്ളതാണ് അവരുടെ റൈറ്റ്. അവർക്ക് കിട്ടുന്ന ആ ഒരു ബോണസ് എന്ന് പറയുന്നത്. ഇന്നലെ ആ ഗെയിം ജസ്റ്റ് അവർ വന്ന് കയറി തുടങ്ങാൻ പോകുന്ന ഒട്ടനെ ജുനൈസ് പറഞ്ഞു, നമുക്ക് ശോഭനെ നോമിനേറ്റ് ചെയ്യാം, നമുക്ക് ശോഭനെ പുറത്താക്കാം. കാരണം ശോഭയ്ക്ക് ഓൾറെഡി നോമിനേഷൻ ഫ്രീ കിട്ടിയതാണ്. ശോഭയ്ക്ക് ചുമ്മാ കിട്ടിയതല്ല നോമിനേഷൻ ഫ്രീ, ശോഭ കളിച്ച് നല്ല രീതിയിൽ ഒത്തിരി അധികം സ്കോർ നേടി കിട്ടിയ ഒരു പാസ്സാണ് നോമിനേഷൻ ഫ്രീ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ തുടങ്ങി. ജുനൈസ് ആദ്യം പറഞ്ഞു നമുക്ക് ശോഭയ്ക്ക് അഗെയിൻസ്റ്റ് പോകാം, ശോഭ നോമിനേഷൻ ഫ്രീ കിട്ടിയതല്ലേ, അപ്പോൾ ബാക്കി എല്ലാവർക്കും ചാൻസ് കൊടുക്കും. അപ്പോഴത്തേക്കും വിഷ്ണു ആണെങ്കിൽ ഇമോഷണലി പറഞ്ഞു, ലൈക്ക് എന്താ പറഞ്ഞത്, ശോഭയ്ക്ക് ഓൾറെഡി ഒരു നോമിനേഷൻ ഫ്രീ കിട്ടിയതല്ലേ, അപ്പോൾ ബാക്കി എല്ലാവരും ഒന്ന് ആലോചിക്കും, ബാക്കി നമ്മൾ 16 പേരില്ലേ, 16 പേർക്കും കൂടെ ഒരു ചാൻസ് കൊടുക്കും, ശോഭ ഇങ്ങനെ സെൽഫിഷ് ആവില്ലേ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ശോഭ ഇമോഷണലി വീണുപോയി. ഒരിക്കലും ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന് പറഞ്ഞുള്ളൂ, ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിൽ ഒരിക്കലും വീഴാൻ പാടില്ല എന്ന് ലാലേട്ടൻ വന്ന് പറഞ്ഞുള്ളൂ. പക്ഷേ ശോഭ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്
ഇമോഷണൽ സംഭവങ്ങളിൽ വീഴാൻ നിൽക്കുകയാണെങ്കിൽ ഈ ഷോയിൽ അധികകാലം തുടരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നലെ ശോഭയൊന്ന് പിടിച്ച് നിന്നിട്ട് പോലുമില്ല. എല്ലാവരും എഗെയിൻസ്റ്റ് പറഞ്ഞു. ശോഭയ്ക്ക് മുഖത്ത് ഭയങ്കരമായിട്ട് അറിയുന്നുണ്ടായിരുന്നു സങ്കടമാണെന്ന്. പക്ഷെ അത് പുറത്ത് പറഞ്ഞിട്ടില്ല. നേരെ ഇങ്ങനെ എല്ലാം കേട്ട് നിന്നു. ഓക്കെ ഞാൻ എന്നാൽ പുറത്ത് പോകാം എന്നുള്ള രീതിയിലാണ് ശോഭ നിന്നത്. അതെനിക്ക് അത്ര ശരിയായി തോന്നിയില്ല. ശോഭ കുറച്ചും കൂടി ഒന്ന് ഫൈറ്റ് ചെയ്ത് തിരിച്ച് പറഞ്ഞ് വേറെ ആരെങ്കിലുമൊക്കെ നോമിനേറ്റ് ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഇന്നലെ തോന്നിയത്. അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു ഫണ്ണായിട്ടുള്ള കാര്യമായിരുന്നു അഖിൽ മാരാറിൻ്റെ എൻ്റെ കഥ. ഇത്രയും കാലം നമ്മൾ കേട്ടതെല്ലാം നമുക്ക് കണ്ണീര് വന്നിട്ടുണ്ട്. പ്രശ്നങ്ങൾ നിറഞ്ഞ ഒത്തിരി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടു. അഖിൽ മാരാറിൻ്റെ സ്റ്റോറിയിലും ഒത്തിരിയധികം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പുള്ളി ആ കഥ റെൻഡർ ചെയ്തൊരു രീതിയുണ്ട്, പറഞ്ഞൊരു രീതിയുണ്ട്. ഒരു അടിപൊളി കഥ പറയുന്ന ഒരാളാണെന്നുള്ളത് നമുക്കത് കേട്ടാൽ മനസ്സിലാവും. പുള്ളി ഡയറക്ടറാണ്. അപ്പോഴത്തേക്കും പുള്ളിയുടെ കഥ പറഞ്ഞ രീതി എല്ലാം ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. നമ്മൾക്ക് ആ വീഡിയോ കണ്ടാൽ അറിയാം, മനീഷയൊക്കെ പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെയാണെങ്കിലും വീഡിയോ കണ്ട സമയത്ത് ഞാൻ ആലോചിച്ചു എന്ത് അടിപൊളിയായിട്ട് ഈ മനുഷ്യൻ പറയുന്നത്. കാരണം പുള്ളിയുടെ സ്റ്റോറി പുള്ളി 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അഖിൽ ആദ്യത്തെ, അഖിൽ രാജ്, അഖിൽ കൂട്ടാത്തല, അഖിൽ മാരാർ എന്ന് പറഞ്ഞ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അടിപൊളിയായിട്ട് സംസാരിച്ചത്. പുള്ളിയുടെ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു എൻ്റെ കഥ തന്നെയായിരുന്നു. അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡ് ഇത്രയും ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഇപ്പം എല്ലാ ദിവസവും അവിടുത്തെ ഹാപ്പനിങ് തന്നെയാണ്. നാളത്തെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്ക് കണ്ടിട്ട് വരാം.